ഹായ് ഗൈസ്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ പുതിയ വീഡിയോയുമായി വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുള്ളൊരു ചെറിയ കോർണർ ഏരിയ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കോർണറിൽ ഞാൻ കുറേ ചെടികൾ കൂട്ടത്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തോടെ വെച്ചിട്ടുള്ള ചെടികളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ കൂടി ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. പക്ഷേ അതിലുപരി ഈ ചെടികൾ ഇങ്ങനെ കൂട്ടത്തോടെ വെച്ചിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്തിനാണ് ഞാൻ ഈ ചെടികൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേപോലത്തെ ഒരു ടൈപ്പിലുള്ള ചെടികൾ ഇങ്ങനെ കമ്പാനിയനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഡ് ലവേഴ്സായിട്ടുള്ള ചെടികളെല്ലാം കൂടി ഒരുമിച്ച്, അതുപോലെ തന്നെ ഒരേ ആവശ്യങ്ങൾ തരുള്ള പലതരം ചെടികൾ, ഒരേ ആവശ്യങ്ങൾ വേണ്ടുന്ന പലതരം ചെടികൾ കമ്പാനിയനായിട്ട്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അതായത് നമുക്ക് വാട്ടറിങ് ഏതൊക്കെ ചെടികൾക്കാണ് കൂടുതൽ വാട്ടറിങ് വേണോ, അല്ലെങ്കിൽ കുറവാണോ, അല്ലെങ്കിൽ അഴുകി പോവോ, വാട്ടറിൻ്റെ തോത് എത്ര വേണം, അങ്ങനെ തരംതിരിച്ചിട്ടുള്ള ചെടികളെ വേറൊരു സ്ഥലത്ത് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് ഇങ്ങനെ കോർണർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുമ്പോൾ ഒരു വലിയ ഗാർഡനല്ല, ഒരു ചെറിയ, അതായത് ഗാർഡൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതായത് ഒരു 5 സെൻറ്റ് വസ്തുവിനകത്തുള്ള വീടും കഴിഞ്ഞ് പിന്നെ കാറിടാനുള്ള സ്ഥലവും ഒഴിച്ചിട്ടുള്ള ഒരു കുഞ്ഞു സ്ഥലത്താണ് ഈ ഒരു കുഞ്ഞു കോർണർ ഉള്ളത്. അതുപോലെ ഞാൻ എനിക്ക് കിട്ടാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇതുപോലെ ഗ്രൂപ്പായിട്ടും കമ്പാനിയനുമായിട്ടാണ് ചെടികൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആവശ്യമുള്ള മറുപടി ആ ചോദ്യത്തിനുള്ള മറുപടി പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ പരിമിതമായ സ്ഥലമാണ് വീട് കഴിഞ്ഞാൽ എനിക്കുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോകാനും കയറി വരാനും മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ. മുറ്റത്തുനിന്ന് കയറി വരുമ്പോഴുള്ള ഈ സ്ഥലത്താണ് ഞാൻ ഈ പ്ലാന്റുകളെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ കയറി വരുന്ന ഗേറ്റിൻ്റെ സ്ഥലത്തു നിന്നും പിന്നെ സൈഡിൽ മതിലും കൂടി ചേർന്നിട്ടുള്ളൊരു കോർണറിലാണ് ഞാൻ ഈ ഗ്രൂപ്പായിട്ട് ഈ പ്ലാന്റ്സുകളെല്ലാം വെച്ചിരിക്കുന്നത്. ഒരേ തരത്തിലുള്ള ഒരേ ആവശ്യങ്ങൾ ഉള്ള പ്ലാന്റ്സുകളാണ് ഞാൻ കൂടുതലും വെച്ചിട്ടുള്ളത്. അതായത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സുകളാണ് ഈ കോർണറിൽ ഞാൻ വെച്ചിട്ടുള്ളത്. കുറച്ച് പ്ലാന്റിൻ്റെ ബെഡിലും വെച്ചിട്ടുണ്ട്, കുറച്ച് പോട്ടിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് വെക്കുന്ന ബെഡിൽ തന്നെ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഷാഡോ അവിടെ ഒരു തണലുണ്ടാക്കിയത്. അതായത് ഒരു മാവ്, ഒരു സപ്പോട്ട, ഒരു അബിയു, പഴവർഗ്ഗങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഒരു അബിയു, അത് കഴിഞ്ഞിട്ട് ഒരു പേര, ഇത്രയൊക്കെയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അത് കുറച്ച് ഒരു 2-3 വർഷം വളർന്ന് മുകളിലോട്ട് കയറിയ പ്ലാന്റാണ്. അപ്പോൾ ആ പ്ലാന്റിൻ്റെ തണലിൽ നിന്നിട്ടാണ് ഞാൻ മറ്റുള്ള ഒരേ തരത്തിലുള്ള, അതായത് ഷെയ്ഡ് ലവേഴ്സായിട്ടുള്ള പ്ലാന്റ്സുകളെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ കാണുന്നത് ബിഗോണിയാസാണ്. ബിഗോണിയാസ് ശരിക്കും വെയിൽ ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ അധികം വാട്ടറിങ് ഇഷ്ടപ്പെടാത്തതും ആയ ഒരു പ്ലാന്റാണ്. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നനച്ചു കൊടുത്താൽ പിന്നെ മേൽമണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ നനയ്ക്കേണ്ടുന്ന പ്ലാന്റുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വെച്ചിട്ടുള്ളത് കലാത്തിയയാണ്, പിന്നെ ഡൈഫൻബാക്കിയയാണ്. ഇതൊക്കെ നമുക്ക് വനങ്ങളിലാണ് ഈ ഡൈഫൻബാക്കിയ അല്ലെങ്കിൽ ഡംബിക്കെയിൻ എന്ന് പറയുന്ന ചെടി. കലാത്തിയുടെ പല വെറൈറ്റികൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കലേഡിയത്തിൻ്റെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തണൽ ആവശ്യമുള്ള ചെടികളാണ്. അപ്പം ഇത് പലതരം ചെടികളാണ്, ഒരേ ആവശ്യങ്ങളുള്ള ചെടികളായതുകൊണ്ട് ഞാൻ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനെയാണ് ഗ്രൂപ്പ് ഗാർഡനിങ് എന്ന് പറയുന്നത്. സസ്യങ്ങൾ, അതായത് പ്ലാന്റ് നന്നായി വളരുന്നതിന് വേണ്ടിയാണ് സമാനമായ അല്ലെങ്കിൽ ഒരേപോലുള്ള അവസ്ഥയിൽ തഴച്ചു വളരുന്ന ഒരേ പരിചരണം ആവശ്യമുള്ള സസ്യങ്ങളുടെ ഗ്രൂപ്പായിട്ട് വളർത്തിയാൽ ഈ കാണുന്ന പ്ലാന്റുകളെ പരിപാലിക്കുന്നത് എളുപ്പമാകും. അപ്പോൾ ഇത് ഷെയ്ഡ് ലവിങ് ആണ്, വാട്ടർ കുറച്ച് മതി, അങ്ങനെയൊക്കെയുള്ള ചെടികളായതുകൊണ്ട് നമുക്ക് അതിനെ പരിചരിക്കുന്നതിന് എളുപ്പം വരും. എങ്ങനെയെന്നാൽ ഈർപ്പം നന്നായി ഇഷ്ടപ്പെടുന്ന ചെടികളെ അടുത്തടുത്ത് നിർത്തുക. ഗ്രൂപ്പിലെ എല്ലാ ചെടികൾക്കും ഈ ഈർപ്പത്തിൻ്റെ ഒരു പോക്കറ്റ് തന്നെ സൃഷ്ടിക്കാൻ സഹായിക്കും. നമ്മൾ ഈർപ്പം നന്നായിട്ട് നിലനിർത്താൻ കഴിയുന്ന ചെടികളെ അടുത്തടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് നട്ടിരിക്കുന്ന ചെടികളുടെ ഇടയിൽ
ഈർപ്പത്തിൻ്റെ ഒരു പോക്കറ്റ് തന്നെ സൃഷ്ടിക്കാൻ പറ്റും. ഒന്നാമത് ഷെയ്ഡാണ്, രണ്ടാമത് വാട്ടറിങ് ചെയ്യുമ്പോൾ ഉള്ള ഈർപ്പം, അപ്പോൾ അതൊക്കെ നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് പ്ലാന്റിങ്ങിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. ഈ പ്രോസസ്സ് കുറച്ചുകൂടി ലളിതമാക്കി പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നേരത്ത് എല്ലാവരുടെയും കൂട്ടത്തോടെ ഇരിക്കുമ്പം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കുമ്പോൾ എല്ലാവരുടെയും ലഞ്ച് ബോക്സ് തുറക്കുമ്പം പല വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് പല മെനു ആയിരിക്കും. അധികം മെനുകളൊന്നും ഉണ്ടാവില്ല, കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 1-2 മെനുവിലായിരിക്കും നമ്മുടെ ലഞ്ച് ഒതുങ്ങുന്നത്. അപ്പോൾ കുട്ടികൾ നമുക്ക് ഷെയർ ചെയ്യും, നമ്മളും അങ്ങോട്ട് ഷെയർ ചെയ്യും. അതുപോലെയാണ് ഈ ചെടികളുടെ കാര്യം. ഒരാൾക്കില്ലാത്ത കാര്യം ഒരാൾക്ക് കൊടുക്കും, മറ്റൊരാൾക്കില്ലാത്ത കാര്യം മറ്റൊരാൾക്ക് കൊടുക്കും. അങ്ങനെയാണ് ഈ ചെടികളുടെ ഗ്രൂപ്പ് പ്ലാന്റിങ്ങിൽ ചെടികളുടെ കാര്യം. ഞാനിപ്പോൾ ഇവിടെ ഇൻഡോർ പ്ലാന്റുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് തണൽ കിട്ടുന്ന സ്ഥലത്ത് ഇൻഡോറിലും വയ്ക്കാം, ഔട്ട്ഡോറിലും വയ്ക്കാം. തണൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഔട്ട്ഡോറിലും വയ്ക്കാം. അപ്പോൾ ഇൻഡോർ പ്ലാന്റുകൾ ഇൻഡോറിലും വയ്ക്കാം. അപ്പോൾ അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇൻഡോറിൽ പ്ലാന്റ് വയ്ക്കുന്നത്, ചിലർ ചോദിക്കും അയ്യോ വീട്ടിനകത്ത് ഒരുപാട് ചെടികൾ കാട് പോലെ അങ്ങനെ പറയും. പക്ഷേ അതിൻ്റെ പ്രാധാന്യം അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൂച്ചകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു വീട്ടിൽ ഒരു 3-4 പൂച്ച ഒരുമിച്ച് വളരുന്നെങ്കിൽ അവർ തമ്മിൽ പരസ്പരം ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും, നല്ല സ്നേഹമായിരിക്കും. അപ്പോൾ ഒരു പൂച്ച ഇങ്ങനെ ഓടി വന്ന് ഇറങ്ങിയിട്ട് പാമ്പർ ചെയ്യും പോലെ മറ്റൊരു പൂച്ചയുടെ തലയിലൊന്ന് ഉരുമ്മി തട്ടി സ്നേഹം പ്രകടിപ്പിച്ച് പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ ഗ്രൂപ്പ് പ്ലാന്റിങ്. പിന്നൊന്നുള്ളത് കമ്പാനിയൻ പ്ലാന്റിങ് ആണ്. ഇത് നമുക്ക് വെജിറ്റബിൾസിലാണ് ഇത് കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ചെടികളിലും. പിന്നെ നമുക്ക് പറ്റുന്നതെന്ന് പറയുന്നത് കമ്പാനിയൻ പ്ലാന്റിങ് എന്ന സാങ്കേതികതയിൽ ഒരുമിച്ച് ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ചില ചെടികൾ നന്നായിട്ട് വളരും. അതായത് ഒരുമിച്ച് നട്ടുപിടിക്കുമ്പം മറ്റ് ചെടികളെന്ന് പറയുക സഹജീവി എന്ന് പറയും പോലെ, സഹമുറിയൻ സഹജീവി എന്ന് പറയും പോലെ സഹജീവി നടീൽ ചെടികളുടെ ആരോഗ്യവും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്തും. അപ്പോൾ നമ്മൾ ഒരു ചെടി കമ്പാനിയൻ പ്ലാന്റിങ്ങിൽ ഒരു ചെടി കൊണ്ടുവച്ചാൽ കൂടെ അവിടെ നിൽക്കുന്ന ഒരു ചെടി ഈ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക. എങ്ങനെയെന്നാൽ കൂടുതൽ ചെടികൾ ഉണ്ടാകുമ്പോൾ കീടങ്ങളും രോഗങ്ങളും തടയാൻ സഹായിക്കും. ഒരു ചെടിയെ തന്നെ കൂടുതൽ കീടങ്ങൾ ആക്രമിക്കില്ല. കാരണം പല ചെടികൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് കൊണ്ട് അക്രമം പല ചെടികളിലായിരിക്കും. അങ്ങനെ വലിയ തോതിൽ ഒരു ചെടിയെ നശിപ്പിക്കാൻ പറ്റത്തില്ല, പല ചെടികളായിട്ടത് സഹിക്കും. അതുപോലെ തന്നെ സഹചാരി നടീലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ചില ചെടികൾ കൂടെ നിൽക്കുന്ന മറ്റ് ചെടികൾക്ക് മണ്ണ് മെച്ചപ്പെടുത്തി കൊടുക്കും. അതെങ്ങനെയെന്നാൽ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പച്ചക്കറിയുടെ വർഗ്ഗം എടുക്കുകയാണെങ്കിൽ ബീൻസ് ചെടിക്ക് മണ്ണിൽ നൈട്രജൻ ചേർക്കുന്നു. ബീൻസ് ചെടി നന്നായിട്ട് നൈട്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണ്. അപ്പം ഈ മറ്റ് ചെടികൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും നൈട്രജൻ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ സ്വാഭാവികമായും കൂടെ നിൽക്കുന്ന ചെടിക്ക് നൈട്രജൻ ലഭിക്കും, വളർച്ച ത്വരിതപ്പെടുകയും മെച്ചപ്പെടുകയും ചെയ്യും. മറ്റൊന്ന് കീടനിയന്ത്രണമാണ്. ചില ചെടികൾ ഇങ്ങനെ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ചെടികൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേകതരം ഗന്ധം, ഇതൊന്നും കീടങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന ചെടി സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് കീടങ്ങളെ നമുക്ക് ഈ ചെടികൾ അകറ്റും. അടുത്തത് എന്ന് പറയുന്നത് നനയാണ്. നമ്മൾ നനച്ചു കൊടുക്കണമല്ലോ ചെടിക്ക്. നനച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കൂടുതൽ വെള്ളം ആവശ്യമുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, കൂടുതൽ വെള്ളം ആവശ്യമുള്ള ചെടികളെ കുറച്ച് വെള്ളം ആവശ്യമുള്ളതുമായി തരംതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നനവ് എളുപ്പമാക്കുന്നു. അപ്പോൾ കൂടുതൽ വെള്ളം നമ്മൾ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കൂടുതൽ വെള്ളം ആവശ്യമുള്ളത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. കുറവ് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം എടുത്തതിന് ശേഷം മറ്റു വെള്ളം വിട്ടു കൊടുത്താൽ കൂടുതൽ ആവശ്യമുള്ള ചെടികൾ അത് അബ്സോർബ് ചെയ്തെടുക്കും. മറ്റൊരു പ്രധാനമായ ഘടകമെന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പരിമിതിയാണ്. അത് സ്ഥലത്തിൻ്റെ മികച്ച ഉപയോഗം. എന്നെ പോലുള്ളവർക്ക് ചെറിയ 3 സെൻറ്റ് 2 സെൻറ്റ് 5 സെൻറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കുറച്ച് ചെടി നടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയ്യോ എനിക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. സ്ഥലത്തിൻ്റെ മികച്ച ഉപയോഗമാണ്. പരിമിതമായ സ്ഥലമുള്ള ഗാർഡനുകളിൽ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ തഴച്ച് ഭംഗിക്ക് വളരാൻ സഹജീവി സസ്യം സഹായിക്കും.
കോർണർ ഗ്രൂപ്പ് പ്ലാന്റിങ്ങിൽ കൂടുതലായി ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ്സുകളാണ്. ഈ ഗ്രൂപ്പിൽ 50-ന് മുകളിൽ അലങ്കാര ചെടികൾ ഞാൻ പോട്ടുകളിലായും പിന്നെ ബെഡിലായും നട്ടിട്ടുണ്ട്. ഇതിൻ്റെ വളപ്രയോഗങ്ങൾ സാധാരണ പ്ലാന്റിൻ്റെ വളപ്രയോഗങ്ങൾ തന്നെയാണ്. എന്നാൽ പരിചരണത്തിൽ അല്പം വ്യത്യാസമുണ്ട്. അതായത് മുൻപ് പറഞ്ഞതുപോലെ ഷെയ്ഡ് വേണ്ട ചെടികൾ, ഷെയ്ഡ് വേണ്ടാത്ത ചെടികൾ, പാർഷ്യലി ഷെയ്ഡ് ആവശ്യമുള്ള ചെടികൾ, കൂടുതലായും കുറവായും വാട്ടറിങ് നൽകേണ്ടതിൻ്റെ ആവശ്യകത, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അവർ വളർത്തുന്ന ചെടികൾക്ക് ഇത്ര ആരോഗ്യവും തഴപ്പും മഴവും ഇല്ല എന്നുള്ളതാണ് അവരുടെ കമൻറ്റ്. അപ്പോൾ പ്ലാന്റ് ചെയ്താൽ പോരാ, നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും പരിപാലനത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് പ്ലാന്റുകൾക്ക് അഴകും ആരോഗ്യവും ഉണ്ടാകുന്നത്. ഹൗസ് പ്ലാന്റ്സിന് അല്ലെങ്കിൽ അലങ്കാര ചെടികൾക്ക് നിരവധി ഗുണങ്ങളുണ്ടെന്ന് ഗവേഷണങ്ങൾ പലപ്പോഴായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അമേരിക്കയിലെ നാസ കുറേയേറെ ചെടികളുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്ലാന്റ്സ് വായുവിൽ നിന്നുള്ള സാധാരണ വിഷവസ്തുക്കളെയും മലിനീകരണങ്ങളെയും ആഗീകരണം ചെയ്യുന്നതിനാൽ ഇൻഡോർ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് എന്നിവ മറക്കാതെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇൻഡോർ പ്ലാന്റുകളെക്കുറിച്ച് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടില്ല. അതിനായി മറ്റൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ കൈവശമുള്ള എല്ലാ പ്ലാന്റുകളെയും കുറിച്ച് ഒരു വിവരണം നൽകുന്നതാണ്. അതുവരെ ബൈ.